ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ പോയാലോ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെയാണ്. അങ്ങനെ ആ ഒരു ഏജൻസിയിൽ ചെന്ന് നമ്മുടെ നീലിമയുടെ വിവരങ്ങൾ, അതായത് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് എടുക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞത് വേറൊന്നുമല്ല, ഞങ്ങൾക്ക് ഡീറ്റെയിൽസ് തരാൻ പറ്റില്ല സാറേ, കാരണം അത് റൂൾസ് ഇല്ല. കാരണം അതിന് റൂൾസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഡീറ്റെയിൽസ് തരാൻ പറ്റില്ല. അങ്ങനെ ഒരാളുടെ കാര്യങ്ങളും പുറത്തു കൊടുക്കാൻ പാടില്ലെന്ന് ഞങ്ങളുടെ ഏജൻസി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജോലി പോകും, അതെൻ്റെ ജോലിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അതിന് പറ്റില്ല എന്ന് പറയുമ്പോഴത്തേക്കും, അയ്യോ നിങ്ങൾ അങ്ങനെ പറയരുത്, വളരെ അത്യാവശ്യമായിട്ട് ഉള്ളൊരു കാര്യമായിരുന്നു. അതുമാത്രമല്ല, ദേ ആ നീലിമ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ മുത്തശ്ശി എങ്ങോട്ടോ പോയി. അപ്പോൾ എവിടെ പോയി, എങ്ങനെ പോയി എന്നൊന്നും അറിയില്ല, ആള് മിസ്സിംഗ് ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഈ പുള്ളിക്കാരിയായിട്ട് കോണ്ടാക്ട് ചെയ്തേ പറ്റൂ. അപ്പോൾ വേറെ ആർക്കും ഒരു കോണ്ടാക്റ്റിങ്ങും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, പ്ലീസ് എങ്ങനെയെങ്കിലും ഒന്ന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം. നിങ്ങൾ ആ ഒരു അഡ്രസ്സ് ഒന്ന് തന്നാൽ മാത്രം മതി, ബാക്കി ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ ആ ഒരു ഏജൻസിയിലെ ആ ഒരു സ്റ്റാഫ് പറയാണ്, അയ്യോ സോറി മാഡം, മാഡം പറയുന്നതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ ഞങ്ങൾക്ക് ഇത് തരാൻ പാടില്ല, അങ്ങനെ തരരുതെന്നാണ് ഞങ്ങളുടെ ഏജൻസി ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് മാഡം ഇത് മാഡത്തിന് തരുന്നത്? അതുകൊണ്ട് ഇതൊക്കെ ഞങ്ങൾ പ്രൈവറ്റ് ആയിട്ട് വെക്കുന്ന സംഭവങ്ങളൊക്കെയാണ്. ഒരിക്കലും ഒരാളുടെ അത് അല്ലെങ്കിൽ പിന്നെ അയാൾ പറയണം, ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണമെന്ന് അയാൾ പറഞ്ഞെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് തരാൻ പറ്റത്തുള്ളൂ. ഇല്ലാതെ ഞങ്ങൾക്ക് ഒരിക്കലും ഒരാളുടെയും സമ്മതമില്ലാതെ ഒരാളുടെയും ഒരു ഡീറ്റെയിൽസും തരാൻ പറ്റില്ല എന്ന് തറപ്പിച്ച് പറയുകയാണ് കേട്ടോ. ഏതായാലും അവിടെ നമ്മുടെ ശ്രുതിയും പരാജയപ്പെട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. കാരണം എങ്ങനെയെങ്കിലും ആ ഒരു 50 ലക്ഷം രൂപ നമ്മുടെ നീലിമയുടെ കയ്യിൽ നിന്ന് കിട്ടണം. ശ്രുതിയുടെ ഏക ലക്ഷ്യം ഇനി അതായി, ഒരു 50 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ ഇനി ഇവർക്ക് രക്ഷപ്പെടാനായിട്ട്. വേറെ എവിടെയൊന്നും പൈസ കിട്ടില്ല. ശ്രുതിക്ക് അറിയാമല്ലോ, ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിലും ഇല്ല, ഒരു കോപ്പെടുത്തും ഇല്ല, അച്ഛനേ ഇല്ല. പിന്നെ എങ്ങനെയാണ് ഈ ഒരു ബിസിനസ് തുടങ്ങാനും അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയെ സഹായിക്കാനും ഒക്കെ കഴിയുന്നത്? അപ്പം ഇതേ ഉള്ളൊരു മാർഗം എന്ന് പറഞ്ഞ് രണ്ടും കൽപ്പിച്ചിറങ്ങി തിരിച്ചതായിരുന്നു നമ്മുടെ ശ്രുതി. പക്ഷെ ഫ്ലോപ്പായി പോയിട്ടോ. ഡീറ്റെയിൽസ് ഒന്നും കിട്ടുന്നില്ല, അവർ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കുന്നില്ല. അങ്ങനെ അവർ രണ്ടുപേരും ആ ഒരു ഏജൻസിയിൽ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പം നമ്മുടെ ശ്രുതി പറഞ്ഞു, അത് പിന്നെ ഇനിയിപ്പോൾ എന്താ അടി ചെയ്യാൻ പറ്റുന്നത്? ഇനിയിപ്പം ഹെഡ് ഓഫീസിൽ പോയിട്ടൊന്ന് ചോദിച്ചാലും ഡീറ്റെയിൽസ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ആര് പറഞ്ഞു? ചിലപ്പോൾ ഹെഡ് ഓഫീസിൽ നിന്ന് കിട്ടിയാലോ? എന്തായാലും ഇതൊന്നും വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതാണ് എനിക്ക് നിന്നോടുള്ള ഇഷ്ടം കൂടാൻ കാരണം ശ്രുതി. ഒരു കാര്യം തീരുമാനിച്ചിറങ്ങിയാൽ നീ പിന്നെ പിന്നോട്ടില്ല. അകത്ത് തന്നെ നീ എന്തൊരു പെർഫോമൻസാ കാഴ്ചവെച്ചത് ശ്രുതി. നീ ഇത്രയ്ക്ക് നന്നായിട്ട് കള്ളം പറയുന്നേ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അത് പിന്നെ ശ്രുതിക്ക് വേണ്ടിയല്ലേ ഞാൻ കള്ളം പറയുന്നത്? അതെ 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 അതെ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ നമുക്കെപ്പോഴും സത്യം പറയാനൊന്നും പറ്റില്ലല്ലോ. ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ ചെറിയ കള്ളങ്ങളൊക്കെ പറയേണ്ടി വരും. അതെ, നമുക്ക് നമ്മുടെ ഭാവി കാര്യങ്ങൾ ഒരു ജ്യൂസ് കുടിച്ചോണ്ട് തീരുമാനിച്ചാലോ? നല്ല കാര്യമല്ലേ? അതിനിപ്പോ എന്താ ശ്രുതി, നമുക്ക് ജ്യൂസ് പോയി കുടിക്കാം. ഏതായാലും നമ്മുടെ ശ്രുതി ഒലിപ്പിക്കുന്ന വാക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിക്ക് ഏതാണ്ട് എന്താ പറയുക, സോപ്പ് അങ്ങ് പതഞ്ഞു എന്ന് വേണം കരുതാനായിട്ട്. അതുകൊണ്ടാണല്ലോ ജ്യൂസ് കുടിക്കാൻ വേണ്ടി നമ്മുടെ ശ്രുതിയുടെ പുറകെ ശ്രുതി പോകുന്നത്. അപ്പൊ അവരങ്ങനെ ജ്യൂസ് കുടിക്കാനൊക്കെ പോയി. പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാലാണ് ഒന്നൊന്നര സീന് നമ്മുടെ സച്ചിയാണ്. അപ്പൊ സച്ചിയുടെ വണ്ടിയിലിരിക്കുന്ന ആളാരാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അത് വേറെ ആരുമല്ല, ഇപ്പം ദേ നമ്മുടെ ശ്രുതിയും തേടിക്കൊണ്ട് നടക്കുന്ന നീലിമ. അങ്ങനെ നീലിമ വണ്ടിക്കകത്തിരുന്ന് നമ്മുടെ ശ്രുതിയുടെ ഫോട്ടോ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ശ്രുതി എങ്ങാനും പിടിച്ചു കഴിഞ്ഞാൽ പോയില്ലേ. അപ്പൊ പുള്ളിക്കാരി കാനഡയിൽ നിന്ന് വന്നതാണ് കേട്ടോ നമ്മുടെ നീലിമ. അപ്പൊ അങ്ങനെ നീലിമ വണ്ടിക്കകത്തിരുന്ന ശ്രുതിനെ കുറിച്ച് ഓർക്കുന്നു. അങ്ങനെ അന്ന് ശ്രുതിയായിട്ട് പിരിഞ്ഞ സംഭവങ്ങളും 50 ലക്ഷം രൂപ അടിച്ചു മാറ്റിയ കാര്യങ്ങളും ഒലിപ്പീര് നടത്തിയ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ മനസ്സിലൂടെ ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് പോവുകയാണ് നമ്മുടെ നീലിമ.
തിരുമണ്ടൻ എന്നൊക്കെ പറഞ്ഞാണ് ആ ഫോട്ടോ നോക്കുന്നത് കേട്ടോ. ഏതായാലും ഈ ഒരു സമയത്താണ് നമ്മുടെ സച്ചി നീലിമയോട് ചോദിക്കുന്നത്, അത് പിന്നെ മേഡം മേഡം എവിടെന്നാ വരുന്നത്, മേഡം എവിടെയാ താമസിക്കുന്നത്? അത് പിന്നെ ഞാൻ കാനഡയിലാണ് താമസിക്കുന്നത്. എവിടെ ചെന്നാലും കാനഡയാണല്ലോ, അതെന്താ താങ്കൾ അങ്ങനെ പറഞ്ഞത്? അല്ല, ഞാൻ ഈ കാനഡ എല്ലാ ദിവസവും പല തവണയും കേൾക്കുന്നതാ, അതുകൊണ്ടാ. ഇവിടുന്ന് ചിലരൊക്കെ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുമ്പം ചിലരൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നു. കൊള്ളാം, ഏതായാലും കഥ കൊള്ളാം. അല്ല, മേഡത്തിന്റെ സ്ഥലം കാനഡയിലാണോ? എന്റെ സ്വന്തം സ്ഥലം ഇത് തന്നെയാ, കാനഡയൊന്നും അല്ല. പിന്നെ ഇപ്പൊ കാനഡയാണ് കേട്ടോ. അല്ല, കാനഡ എങ്ങനെയാ മേഡം, കൊള്ളാമോ, അടിപൊളിയാണോ? എന്താ നിങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ടോ? ഏയ്, ഞാൻ അങ്ങോട്ടേക്ക് വരുന്നൊന്നുമില്ല. എന്റെ വീട്ടിൽ ഒരുത്തനെ കാനഡയിൽ പോകണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി. അവന് ഭയങ്കര ആഗ്രഹമാണ്. അല്ല, ആ സ്ഥലം കൊള്ളാമോ? ആ സ്ഥലം സൂപ്പറാ, ബ്യൂട്ടിഫുൾ കൺട്രി എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ നല്ല സ്ഥലം തന്നെയാ. അല്ല, അവിടെ ഒരു പ്രശസ്തമായ വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, ഞാൻ ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. ഉണ്ടുണ്ട്, നയാഗ്ര ഫോൾസ്. കണ്ടിട്ടുണ്ടോ? അല്ല, കണ്ടിട്ടില്ല മേഡം, ഞാൻ എങ്ങനെയാ കാണുന്നത്, ഞാൻ അങ്ങോട്ട് പോയിട്ടില്ലല്ലോ. ഓ, ആ, അറിയാം. ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. ആ, പിന്നെ മേഡം അവിടെ എന്ത് ജോലിയാ ചെയ്യുന്നത്? ഞാന് ചെറിയ ബിസിനസ്സാ ചെയ്യുന്നത്. അല്ല, മേഡം കുറെ ദിവസം നാട്ടിലുണ്ടാവോ? ഏയ്, കുറെ ദിവസമൊന്നും ഞാൻ നാട്ടിൽ കാണില്ല. ഞാൻ ഇവിടെ ഒരു സ്ഥലം മേടിച്ചിരുന്നു, അതിന്റെ രജിസ്ട്രേഷന് വേണ്ടിയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. നാളെ രാത്രി ചിലപ്പോൾ ഞാൻ തിരിച്ച് കാനഡയിലേക്ക് പോകും. അപ്പോഴേക്കും നമ്മുടെ നീലിമ ചോദിക്കാണ്, അല്ല നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് സച്ചി. വാവു, നല്ല സൂപ്പർ നെയിമാണ് കേട്ടോ. ആ, സച്ചി. അതെ, നാളെ മോർണിംഗ് എനിക്ക് രജിസ്ട്രേഷൻ ഓഫീസ് വരെ ഒന്ന് പോകണം. സച്ചിക്ക് വരാൻ പറ്റുമോ? അയ്യോ, അതിനെന്താ മേഡം, ഞങ്ങളുടെ പരിപാടി ഓട്ടമല്ലേ. നേരത്തെ എന്നെ വിളിച്ച ആ നമ്പറല്ലേ, അതിലേക്ക് വിളിച്ചാൽ മതി, ഞാൻ വന്നോളാം. ഓക്കെ, താങ്ക് യു കേട്ടോ. അല്ല മേഡം, ഈ കാനഡ പോകാനേ കുറെ ക്യാഷ് വേണോന്നേ? അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, വീട്ടിൽ ഒരുത്തൻ ഇങ്ങനെ കാനഡയിൽ പോകാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചിരിക്കുക, ഒരു 14 ലക്ഷം രൂപ കെട്ടണം എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് ചോദിച്ചതാ. ഏജൻസി മുഖാന്തരം പോകുമ്പോൾ അവര് പറയുന്ന ക്യാഷ് ഒക്കെ കൊടുക്കേണ്ടി വരും. അല്ല, മേഡത്തിനിപ്പം എവിടേക്കാ പോകേണ്ടത്? ഞാൻ പറയാം. ഇപ്പം സ്ട്രെയിറ്റ് പോ, ഏതായാലും പോയി കഴിയുമ്പോഴത്തേക്കും എങ്ങോട്ടൊക്കെയാ പോകേണ്ടതെന്ന് വ്യക്തമായിട്ട് ഞാൻ സച്ചിയോട് പറയാം. അതുകൊണ്ട് സച്ചി ഇപ്പൊ സ്ട്രെയിറ്റ് പോയാൽ മതി കേട്ടോ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ നീലിമ സച്ചിയുടെ വണ്ടിയിൽ ഞെളിഞ്ഞു കുത്തിയിരുന്ന് പോവുകയാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ നീലിമേനെ അന്വേഷിച്ച് നടക്കുകയാണ് രണ്ടുപേര്, സുധിയും ശ്രുതിയും കൂടി. അപ്പോഴാണ് നമ്മുടെ സച്ചിയുടെ വണ്ടിക്കകത്ത് ആരുള്ളത്? നമ്മുടെ നീലിമ ഉള്ളത് കേട്ടോ. അപ്പൊ ഈ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വീട്ടിലെത്തിയ നമ്മുടെ ശ്രുതി ഇങ്ങനെ ഇരുന്ന് എന്തൊക്കെ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി വന്നിട്ട്, എന്താ ശ്രുതി ആലോചിക്കുന്നത്? അത് പിന്നെ ഇനി നമ്മൾ എങ്ങനെ നീലിമേനെ കണ്ടെത്തുന്ന ഞാൻ ആലോചിക്കുന്നത്. ബുദ്ധിമുട്ടല്ലേ? ദേ, നീലിമയ്ക്ക് ഈ നാട്ടിലെ സുഹൃത്തുക്കളുള്ള കാര്യം അറിയോ? ആ, ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ, അവളുടെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു. പക്ഷെ അവളുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. അല്ല, സുധി പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് കൊടുത്തു എന്നല്ലേ പറഞ്ഞത്? നമുക്ക് സ്റ്റേഷനിൽ ചെന്ന് SI ആയിട്ടൊന്ന് അന്വേഷിക്കാം. എന്നിട്ട് അതിനുശേഷം അടുത്ത നീക്കത്തെക്കുറിച്ച് നമുക്ക് ആലോചിച്ചാൽ പോരെ? അപ്പോഴത്തേക്കും പെട്ടെന്ന് പുറത്തു നിന്നൊരു കൊട്ട് കേട്ടത് വാതിലില്, ഇവരുടെ റൂമിന് പുറത്തു നിന്നാണ് കേട്ടോ, വേറെ ആരുമല്ല, അത് നമ്മുടെ ചന്ദ്രയാണ്. അങ്ങനെ വാതിൽ തുറന്നപ്പോ നമ്മുടെ ചന്ദ്രൻ നിൽക്കുന്നു. അപ്പോഴത്തേക്കും സുധി ചോദിച്ചു, അമ്മയോ? ആ, കയറി വാ അമ്മ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരുടെ റൂമിനകത്തേക്ക് നമ്മുടെ ചന്ദ്ര കയറി ചെന്നു. എന്നിട്ട് ചോദിച്ചു, അല്ല മോളെ, നീ നേരത്തെ എവിടെ പോയതാ? ഞാൻ ജോലിക്ക് പോയതാ. അല്ല, ജോലിയും കൂലിയും ഇല്ലാത്ത ഇവൻ എവിടെയാ പോയത്? ഇവനെ കൊണ്ടാണല്ലോ നീ പോയത്. അത് പിന്നെ അമ്മ എന്നെ ഇൻസൾട്ട് ചെയ്ത് തുടങ്ങിയില്ലേ അമ്മ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിനക്ക് വിഷമമായല്ലേ സുധി? അത് വിട്, വാ നമുക്ക് പോകാം. രണ്ടുപേരും പെട്ടെന്ന് റെഡിയാകുക. പോകാന്നോ? അല്ല ആൻറ്റി, എവിടെ പോകാന്ന് പറഞ്ഞത്? നമുക്ക് ഒരു ദേവീ ക്ഷേത്രത്തിൽ പോണം, നിങ്ങൾ വേഗം റെഡിയാക്കുക, പെട്ടെന്നാട്ടെ, കുടുംബസമേതം വേണം പോകാന്. ഞാനെന്ന് പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലേ? മനസ്സിലുള്ള കാര്യം സാധിക്കാനായിട്ട് ക്ഷേത്രത്തിന്റെ മുമ്പിൽ ചെന്ന് കുടുംബത്തോടെ ഭിക്ഷ യാചിക്കാൻ തീരുമാനിച്ചല്ലേ? അതോടെ കുടുംബത്തോടെ ഭിക്ഷ യാചിക്കാൻ തീരുമാനിച്ചു. ഇനിയിപ്പൊ അതിന്റെ കുറവ് മാത്രമേ ഈ വീട്ടുകാർക്കുള്ളൂ. എന്റെ വായിരിക്കുന്നൊന്ന് കേൾപ്പിക്കരുത് നീ. ക്ഷേത്രത്തിൽ പോകുന്നതേ ശ്രുതിക്ക് വേണ്ടിയാ. എനിക്ക് വേണ്ടിയോ? എന്താ ആന്റി, എനിക്ക് വേണ്ടിയോ? ആ, നിനക്ക് വേണ്ടി. നിന്റെ അച്ഛനെ പുറത്തിറക്കണ്ടേ? എവിടെ നിന്ന് പുറത്തിറക്കാൻ? എവിടെ നിന്ന് പുറത്തിറക്കാനെന്നോ? മോളെ, നീ എന്താ അങ്ങനെ പറയുന്നത്? ആ, ആ, അത് പിന്നെ ഞാനേ വേറെ ഒന്നുകൊണ്ടും അല്ല ആന്റി അങ്ങനെ പറഞ്ഞത്.
അല്ല, ഈ എങ്ങനെ പുറത്തിറക്കാൻ പറ്റും ഇപ്പം? അദ്ദേഹം ജയിലിൽ നിന്ന് എങ്ങനെ ഇറങ്ങും എന്നുദ്ദേശിച്ച് ഞാൻ പറഞ്ഞതാ. അല്ല, ഉറക്കത്തിലും ഊണിലൊക്കെ അത് തന്നെ എന്റെ പ്രാർത്ഥന. അപ്പൊ ശ്രുതി പറഞ്ഞു, എന്റെയും പ്രാർത്ഥന അത് തന്നെയാ അമ്മേ. അതിന് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ പോരാ, കുറച്ച് പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ വളരെ ശക്തിയുള്ള ദേവിയാ. ആ ക്ഷേത്രത്തിൽ പോയി വന്നതിന് ശേഷം നമ്മൾ വ്രതവും എടുക്കണം. വ്രതം എടുക്കണമെന്നോ? അതെന്തിനാ നീ വ്രതം എടുക്കുന്നത്? ശ്രീകള് ശയന പ്രദക്ഷിണം നടത്തുന്ന ക്ഷേത്രം അത്. ശയന പ്രദക്ഷിണം നീ നടത്തണം. ഞാൻ ശയന പ്രദക്ഷിണം നടത്താനോ? ദിവസം ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. അത് വെജിറ്റേറിയൻ മാത്രം കഴിക്കണം. ദേ, ഇറച്ചി, മീന് ഇവയൊന്നും കഴിക്കാൻ പാടില്ല. അതെല്ലാം നമ്മൾ മാറ്റി വെക്കണം. മോള് കാട്ടിനെ വ്രതം എടുത്തു കഴിഞ്ഞാലേ മോളുടെ അച്ഛൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങത്തുള്ളൂ. അല്ല, ആന്റി വ്രതം എടുക്കുമല്ലോ അല്ലേ? ഞാനോ? ഞാൻ എന്തിനു വ്രതം എടുക്കണം? എന്റെ അച്ഛനാണോ ജയിലിൽ കിടക്കുന്നത്? അല്ലല്ലോ. നീ മാത്രം വ്രതം എടുത്താൽ മതി. അല്ല, ഞാൻ മാത്രമോ? അയ്യോ, അത് ശരിയാവോ? അത് ശരിയാവും. കഠിന വ്രതമായിരിക്കണം, പിഴവ് വരുത്താൻ പാടില്ല. എങ്കിലേ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിക്കുകയുള്ളൂ. അത് പിന്നെ അമ്മേ, അവിടെ ലോയേഴ്സ് എല്ലാം പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ പുറത്തിറങ്ങിക്കോളും. അതൊക്കെ നടക്കട്ടെ. ദൈവത്തിന്റെ ശക്തിനേക്കാൾ വലുതായി വേറെ ഒന്നുമില്ല. ദൈവം വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ട് നിന്റെ അച്ഛൻ പെട്ടെന്ന് പുറത്തിറങ്ങും മോളെ. നിന്റെ അച്ഛൻ പുറത്തിറങ്ങണ്ടേ? വേണം വേണം എന്നിങ്ങനെ പെട്ടെന്ന് ശ്രുതിയും പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതി പറഞ്ഞു, അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇനിയിപ്പം ആ മലേഷ്യയിലെ കോടതിയിലെ ജഡ്ജി വല്ലതാണ് ഈ പറഞ്ഞ ദൈവം? ദൈവത്തെ തൊട്ട് കളിക്കല്ലോട്ടോ ശ്രുതി ഇവൻ പറയുന്നൊന്നും കേക്കണ്ട കേട്ടോ. ശ്രുതി ഇങ്ങനെ പലതും പറയും. ശ്രുതി, നീ അതൊന്നും കേക്കരുത്. 41 ദിവസം തറയിൽ പാവിരിച്ച് വേണം കിടക്കാനായിട്ട്. അപ്പം ഈ തറയിൽ പാവിരിച്ചാല് ഞങ്ങക്ക് രണ്ടുപേർക്കും കിടക്കാല്ലേ? അങ്ങനെ കിടക്കണ്ട. ഇവള് തറയിൽ കിടക്കും, നീ കട്ടിലേ കിടക്കും. അങ്ങനെയാ വേണ്ടത്. അയ്യോ, ഒറ്റയ്ക്കോ? അയ്യോ, ഒറ്റയ്ക്ക് നിനക്ക് കിടക്കത്തില്ലേ? ഒറ്റയ്ക്ക് കിടക്കാൻ നിനക്ക് പേടിയാണോ? അയ്യോ, എങ്കിലും തനിയെ ഈ 41 ദിവസം ഞാൻ എങ്ങനെയാ കിടക്കുന്നത്? ശ്രുതി കളിക്കരുത് കേട്ടോ. ശ്രുതി, 48 ദിവസവും നീ ഒരു നേരം മാത്രമേ ആഹാരം കഴിക്കാൻ പാടുള്ളൂ. അയ്യോ, ഒരു നേരമോ? സൂര്യാസ്തമനത്തിന് മുമ്പ് തന്നെ കഴിക്കണം. അതിനുശേഷം പച്ചവെള്ളം പോലും കുടിക്കാൻ പാടില്ല. പട്ടിണി കിടക്കണം. അപ്പോഴത്തേക്ക് ശ്രുതി ചോദിച്ചു, ഇത്രയും മണിക്കൂറൊക്കെ ഒരാൾ എങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്? അതൊക്കെ പറ്റും മോനെ. കഠിന വ്രതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാ. ഇപ്പൊ തന്നെ നമുക്ക് ക്ഷേത്രത്തിൽ പോയിട്ട് വരാം. കുടുംബത്തിലെ എല്ലാവരും നിന്റെ കൂടെ ക്ഷേത്രത്തിലുണ്ടാകും. നീ പേടിക്കണ്ടെന്നേ. ആന്റി, ഇതൊക്കെ എന്തിനാ ആന്റി? ഇതൊക്കെ എന്തിനാന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? 48 ദിവസം വ്രതം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ അച്ഛൻ പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു വരും ജയിലിൽ നിന്ന്. പിന്നെ പേടിക്കാനൊന്നുമില്ല. നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് ജീവിക്കാം. മോളെ, നിന്റെ അച്ഛൻ പുറത്തിറങ്ങണ്ടേ? എന്താ രണ്ടുപേരും ഇങ്ങനെ മിഴിച്ചു നോക്കുന്നത്? സമയം പോകാതെ പെട്ടെന്ന് പോയി റെഡിയാകുക. മോളെ, ശുദ്ധി വൃത്തിയൊക്കെ വേണം കേട്ടോ. നല്ലതുപോലെ കുളിച്ചിട്ടൊക്കെ വരണേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് പോയി. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ആണെങ്കിലും, എന്റെ പൊന്നു ശ്രുതി, എന്നെ കൊണ്ട് വ്രതം എടുക്കാനൊന്നും പറ്റത്തില്ല. ഇത്തരം വിഷയങ്ങളിലെ അമ്മ വളരെ സ്ട്രിക്റ്റാ. നിന്നെ കൊണ്ട് വ്രതം എടുക്കാതെ വിടില്ല കേട്ടോ. എന്നെ കൊണ്ട് പറ്റില്ല ശ്രുതി ഒന്ന് അമ്മയോട് പറഞ്ഞേരെ. ഞാൻ പോയി പറയാനോ? അത് പിന്നെ എന്തിനാ ശ്രുതി ഞാൻ പോയി പറയുന്നത്? എനിക്ക് പേടിയാ. ശ്രുതി ഒന്ന് പോയി പറയുന്നുണ്ടോന്ന് പറഞ്ഞു. എന്നാലും ഈ സമയത്ത് പിന്നെ കാണിക്കും നമ്മുടെ ചന്ദ്രനെ. അപ്പൊ ചന്ദ്ര നേരെ രവീന്ദ്രനെ വിളിക്കുക. അതേ രവിയേട്ടാ, നിങ്ങൾ ഇത് എവിടെ പോവാണ്? നിങ്ങൾ കടയിലൊന്നും പോകണ്ട, നിങ്ങൾ പെട്ടെന്ന് പോയി റെഡിയാവും, നമുക്ക് അമ്പലത്തിൽ പോകണം. ഈ സമയത്തോ? അമ്പലത്തിൽ പോകാനാ. അതെന്തിനാ ഈ സമയത്ത് അമ്പലത്തിൽ പോകുന്നത്? എന്റെ പൊന്നി രവിയേട്ടനൊന്ന് ഒരുങ്ങ. ആ രേവതിനെയും കൂടി ഒന്ന് വിളിക്കുക. രേവതിനെ വിളിക്കാനോ? നിനക്ക് വിളിച്ചാ പോരെ? രേവതിനെ നിങ്ങൾ വിളിക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി മോളെ ഇങ്ങ് വന്നേന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ്. ഇതിനിടയിൽ ചന്ദ്ര ശ്രീകാന്തെ വർഷ എന്നും പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ ശ്രീകാന്ത് വർഷയും വന്നു. അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, നിങ്ങളൊന്ന് പെട്ടെന്ന് റെഡിയാകുക, നമുക്ക് പുറത്തു പോകണം. ആന്റി, സിനിമയ്ക്ക് പോകാനാണോ? നമ്മൾ ഇതുവരെ ഒന്നിച്ച് സിനിമയ്ക്ക് പോയിട്ടേ ഇല്ലല്ലേ? മോളെ, സിനിമയ്ക്കൊന്നും അല്ല മോളെ, ക്ഷേത്രത്തിൽ പോകാനാ റെഡി ആയിട്ട് വരാൻ പറഞ്ഞത്. എല്ലാവരും പോണം. അപ്പൊ ശ്രീകാന്ത് ചോദിച്ചു, എന്താമേ വിശേഷം? ക്ഷേത്രത്തിൽ പോകുന്നത് ഇവിടുത്തെ മരുമകളുടെ അച്ഛന് വേണ്ടിയിട്ടാ. അദ്ദേഹം പെട്ടെന്ന് വരണ്ടേ. ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ അച്ഛൻ വരുമോ? എനിക്ക് തോന്നുന്നില്ല എന്നിങ്ങനെ വർഷ പറഞ്ഞപ്പോഴത്തേക്കും, അയ്യോ, മോളുടെ അച്ഛന് വേണ്ടിയല്ല, ശ്രുതിയുടെ അച്ഛന് വേണ്ടിയാ ക്ഷേത്രത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ. അദ്ദേഹം ജയിലിൽ കിടക്കുമല്ലേ. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ വർഷയുടെ മുഖം ഒന്ന് മാറി കേട്ടോ. വർഷ, എനിക്കറിയാം, അക്കാര്യം ശ്രീകാന്ത് എന്നോട് പറഞ്ഞായിരുന്നു. പാവം, ശ്രുതി ചേച്ചിയുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതെ, അദ്ദേഹം ജയിലിൽ നിന്ന് പെട്ടെന്ന് പുറത്തിറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കണം മോളെ. ശ്രുതി 48 ദിവസം വ്രതം എടുക്കാൻ വേണ്ടി പോവുക. 48 ദിവസവും കഠിന വ്രതമായിരിക്കും. അതിന് മുന്നോടിയായിട്ട് ശ്രുതിയെ കൊണ്ട് ചില ചടങ്ങുകളൊക്കെ ചെയ്യിപ്പിക്കാനുണ്ട്. അതിനാ നമ്മൾ ഇന്ന് ക്ഷേത്രത്തിൽ പോകുന്നത്.
ശരി അമ്മേ, ഞങ്ങള് റെഡിയാകാം. അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു, അല്ല ശ്രുതി, വ്രതം എടുക്കുമ്പം ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. അത് മാത്രമല്ല, മത്സ്യവും മാംസവും ഒന്നും കഴിക്കാൻ പാടില്ല. തറയിൽ പാവിരിച്ച് കിടക്കണം. ഇതിന് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ചെയ്യാൻ തയ്യാറാണോ? ഇതൊക്കെ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ശ്രുതി നിനക്ക് എന്നിങ്ങനെയാണ് രേവതി ചോദിച്ചത് കേട്ടോ. അപ്പൊ ചന്ദ്ര ഇങ്ങനെ രൂക്ഷമായിട്ട് രേവതിനെ നോക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും പറഞ്ഞു, അമ്മ എന്തിനാ അമ്മ ഇങ്ങനെ നോക്കുന്നത്? എനിക്കറിയാം ഈ വ്രതം എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് കഠിനമുള്ള കാര്യം തന്നെയാണ്. അത് ശ്രുതിക്ക് പറ്റുമോ? ശ്രുതി പിറന്നതും ജീവിച്ചതും ഒക്കെ മലേഷ്യയിലാണെന്നല്ലേ പറഞ്ഞത്. വ്രതം എടുത്ത് ഇവക്ക് ശീലമൊന്നും കാണത്തില്ലല്ലോ ആന്റി. അതുകൊണ്ട് ശ്രുതി നിനക്ക് 48 ദിവസവും കൃത്യനിഷ്ഠയോട് കൂടി തന്നെ വ്രതം എടുക്കാൻ പറ്റുമോ? അത് പിന്നെ രേവതി, എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ചന്ദ്രൻ, ഇടി രേവതി, നീ അവളെ പറഞ്ഞ് പേടിപ്പിക്കാതെ വെറുതെ. അവൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കുക. മോളെ ശ്രുതി, നിനക്ക് പറ്റും, നിനക്ക് പറ്റണം. നിന്റെ അച്ഛന് വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ പിന്നെ പറ്റിക്കാതെ. അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു, അമ്മേ, വ്രതം തുടങ്ങിയ 48 ദിവസം പൂർത്തിയാക്കണം. പൂർത്തിയാക്കിയില്ലെങ്കിൽ ദൈവകോപം ഉണ്ടാവില്ലേ? അതിന്റെ കാര്യമുണ്ടോ? എനിക്കൊരു അറിയാൻ തന്നെ ചേച്ചി വ്രതം എടുത്തു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇറച്ചിയും മീനും ഒക്കെ കഴിച്ചു. കഴിച്ച അന്ന് തന്നെ അവര് വീണ് കൈയുടെ എല്ല് പൊട്ടി. അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടായത്. അപ്പോഴത്തേക്കും ശ്രുതി പെട്ടെന്ന്, അയ്യോ എന്റെ കൈ, ശ്രുതി പറ്റില്ല ശ്രുതി എനിക്ക് എന്നിങ്ങനെ പറയാണ് കേട്ടോ. എന്നിട്ട് പറഞ്ഞു, ആന്റിയോട് പറ, എന്നെ ഒന്ന് ഒഴിവാക്കാൻ പറ. നീ തന്നെ പറ, എനിക്ക് അമ്മയോട് പറയാൻ പേടിയാ. അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, ആന്റി എനിക്ക് വേണ്ടി എന്തിനാ നിങ്ങൾ എല്ലാവരും കഷ്ടപ്പെടുന്നത്? അപ്പോഴത്തേക്കും വർഷ പറഞ്ഞു, ചേച്ചി ഞങ്ങൾക്ക് എന്ത് കഷ്ടപ്പാടെന്ന്? ചേച്ചിക്കല്ലേ കഷ്ടപ്പാട്, ചേച്ചിയല്ലേ വ്രതം എടുക്കുന്നത്. അപ്പോഴത്തേക്കും പിന്നെ ശ്രുതിക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞത്, സാരമില്ല, ഇനിയിപ്പം നല്ലതിന് വേണ്ടിയല്ലേ, അതുകൊണ്ട് വ്രതം എടുക്കുക. ഇനിയിപ്പം എന്ത് ചെയ്യാനാണ്? നമ്മുടെ മനസ്സൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിന്റെ സമയത്ത് തന്നെ ആ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കണം ശ്രുതി മോളെ. അതുകൊണ്ട് മോള് ഒരു കാര്യം എടുക്കുക. ചന്ദ്ര പറഞ്ഞതുപോലെ തന്നെ മോളുടെ അച്ഛന് വേണ്ടി ഇതെങ്കിലും ഒന്ന് ചെയ്യ്. ആ ഏതായാലും നമുക്ക് എല്ലാവർക്കും ക്ഷേത്രത്തിൽ പോകാം. അപ്പോഴാണ് ചന്ദ്ര പറഞ്ഞത്, കുടുംബത്തിലെ എല്ലാവരും വേണം രവിയുടെ ക്ഷേത്രത്തിൽ പോകാന്. എല്ലാവരും ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, സച്ചേട്ടൻ വരുമോ എന്ന് ചോദിച്ചാല് ചിലപ്പം സംശയമാ. ആ നീ പറഞ്ഞാൽ അവൻ കേൾക്കും, നീ പറയുന്നത് മാത്രമല്ലേ അവൻ കേൾക്കാറുള്ളൂ. അങ്ങനെയൊന്നും ഇല്ലമ്മേ. ശരിയായ കാര്യം ആര് പറഞ്ഞാലും അദ്ദേഹം കേൾക്കും. അത് ഞാൻ പറയണമെന്നൊന്നുമില്ല. ഇപ്പൊ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു കഴിഞ്ഞാല് ഇവിടുത്തെ ക്ഷേത്രത്തിൽ കഴിഞ്ഞ് ചെന്ന് പ്രാർത്ഥിച്ചാല് മലേഷ്യയിൽ നിന്ന് ശ്രുതിയുടെ അച്ഛൻ പുറത്തു ഇറങ്ങൂ എന്ന് എന്നോട് ചോദിക്കും. അത് പിന്നെ കുടുംബത്തിലെ എല്ലാവരും വേണമെന്നല്ലേ മോളെ പറഞ്ഞത്. ഏതായാലും ചന്ദ്ര പറയുന്നതിലും കാര്യമുണ്ട്. നീ അവനെ വിളിക്ക്, ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി, അവൻ വന്നോളൂ. ശരിയച്ച, ഞാനൊന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞ് നേരെ സച്ചി നമ്മുടെ രേവതിനെ വിളിക്കുകയാണ്. അല്ല സോറി, സച്ചി അല്ല, രേവതി നമ്മുടെ സച്ചിനെ വിളിക്കുകയാണ്. അങ്ങനെ നീലിമേനയും കൊണ്ട് ഓട്ടം പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ നമ്മുടെ സച്ചി. ഇതിനിടയിൽ രേവതി സച്ചിനെ വിളിക്കാനുണ്ട്. സച്ചേട്ടൻ പെട്ടെന്ന് വീട് വരെ ഒന്ന് വരണം. എന്തിനു ഞാൻ വീട്ടിലേക്ക് ഇപ്പൊ വരുന്നത്? ഞാനിപ്പോ ഓട്ടം പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അത് പിന്നെ ഇവിടെ അമ്പലത്തിൽ പോകാൻ വേണ്ടി എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ച് അമ്പലത്തിൽ പോകണമെന്നാ പറയുന്നത്. കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ച് അമ്പലത്തിൽ പോകാനോ? എന്നെ കൊണ്ടൊന്നും പറ്റില്ല രേവതി. എന്റെ പൊന്ന് സച്ചേട്ട, അങ്ങനെ പറയരുത് സച്ചേട്ട. എല്ലാവരും ഉണ്ട്. അപ്പൊ സച്ചേട്ടന്റെ ഒരു കുറവ് അവിടെ പാടുണ്ടോ? ഇല്ലല്ലോ. അച്ഛനും കൂടെയാ പറഞ്ഞത് സച്ചേട്ടനും കൂടെ വരണമെന്ന്. അതുകൊണ്ട് പ്ലീസ് സച്ചേട്ട, ഒന്ന് വാ സച്ചേട്ട എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ അങ്ങ് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി, എങ്കിൽ ശരി ഞാൻ വരാന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുക. ഏതാണ്ട് വലിയൊരു റിസ്ക് ഏറ്റെടുത്തതുപോലെയാണ് നമ്മുടെ രേവതി ഫോണൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ആശ്വാസമായി എന്ന് പറഞ്ഞ് നിൽക്കുന്നത് കേട്ടോ. ഏതാണ്ട് പ്രസവം കഴിഞ്ഞൊരു ലുക്കുണ്ട് നമ്മുടെ രേവതിക്ക്. ആ ഒരു ആശ്വാസത്തിലാണ് നിൽക്കുന്നത് രേവതി. ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇനിയിപ്പോൾ സച്ചി വരുമെന്ന്. അപ്പോൾ ഏതായാലും ഈ സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ.